ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സുകന്യാസ് ടേസ്റ്റ് മെയ്ഡ്. ഇന്ന് നമുക്ക് അരിപ്പൊടി ഉപയോഗിച്ചിട്ട് എങ്ങനെ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 കപ്പ് നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് കപ്പി കാച്ചണം. അതിനായിട്ട് ഞാനൊരു വേറൊരു പാൻ എടുത്തു. അതിലേക്ക് 1/2 കപ്പ് സെയിം അരിപ്പൊടി തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ എത്രയാണോ അരിപ്പൊടി എടുത്തിട്ടുള്ളത് അതിൻ്റെ 3 ഇരട്ടി വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കപ്പി കാച്ചാൻ വേണ്ടിയിട്ട്. അതാണ് അതിൻ്റെ കണക്ക്. ഇനി നമുക്ക് കട്ടകളൊന്നും ഇല്ലാതെ നമുക്കിതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് ഗ്യാസ് സ്റ്റൗവിലേക്ക് മാറ്റി ലോ ഫ്ലെയിമിൽ വെച്ച് കുറുക്കിയെടുക്കാം. അതുവരെ നമുക്കിതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞു. നമ്മുടെ പൊടി ഏകദേശം ഒന്ന് കുറുകി തുടങ്ങി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പൊടി ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മതി. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു 10 മിനിറ്റ് തണുക്കാനായി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന അരിപ്പൊടിയിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കട്ടകളൊന്നും ഇല്ലാതെ യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. അത് ഇട്ടതൊന്ന് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് പോരാ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം മാവ് നമുക്ക് കട്ടയൊന്നും ഇല്ലാതെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിലൊരു 1.5 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് 1 കപ്പ് തേങ്ങ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ അരിപ്പൊടി എത്രയാണോ എടുത്തിട്ടുള്ളത് അതിൻ്റെ പകുതി ആയിരിക്കണം തേങ്ങ ഇട്ട് കൊടുക്കേണ്ടത്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റും 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കപ്പി കാച്ചിയതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ലേശം വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറേ അധികം വെള്ളം ഒഴിച്ച് ഇത് അരച്ചെടുക്കരുത്. അപ്പോൾ ഞാനിതൊന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ട് വരാം. അതെ, അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഈ അരപ്പ് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു ലേശം ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ നല്ലവണ്ണം മിക്സാക്കി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മാവ് കുറച്ച് കട്ടിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു ലേശം കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മാവിൻ്റെ പരിവെന്ന് പറയുന്നത് ദോശമാവിനെക്കാട്ടും കുറച്ച് ലൂസായിരിക്കണം. ഇനി നമുക്ക് ഈ മാവ് ഒരു 3 മിനിറ്റോളം കൈ കൊണ്ട് നല്ലപോലെ ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ വെള്ളയപ്പം കുറച്ചും കൂടി സോഫ്റ്റായി കിട്ടും. ഇനി നമുക്ക് ഈ മാവ് ഒരു 8 മണിക്കൂർ പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 8 മണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ മാവ് ഒന്ന് നോക്കി നോക്കട്ടെ. നമ്മുടെ മാവ് നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു കയ്യിൽ വെച്ച് ഇതൊന്ന് ഇളക്കി കൊടുക്കട്ടെ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള അപ്പം ചുട്ടെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് പതുക്കെ ചുറ്റിച്ചു കൊടുക്കുക. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ. ഇപ്പോൾ 2-3 മിനിറ്റൊക്കെ കഴിഞ്ഞു. ഞാനിതൊന്ന് തുറന്ന് നോക്കട്ടെ. ദേ നമ്മുടെ വെള്ളയപ്പം പാനിൻ്റെ സൈഡിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. നടുവൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് വേവായിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇങ്ങനെ ഓരോ അപ്പവും നമുക്ക് ചുട്ടെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ അപ്പം ഭയങ്കര സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.